ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ ഇടക്കും തലക്കൊക്കെയാണ് ഇപ്പോൾ വീഡിയോസ് ഇടുന്നതുകൊണ്ട് എല്ലാവരും നമ്മളെ മറന്നുകൊണ്ട് കേട്ടോ. നമ്മളെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ എന്നും ഇട്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഒന്നരാടോ 2 ദിവസം കൂടുമ്പോഴൊക്കെ അങ്ങനെ ഇടുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഡെയിലി വീഡിയോസ് ഇടണമെന്നാണ്. എന്നാലും ഇടാനുള്ളൊരു എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു വീഡിയോസ് വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇന്നിപ്പോൾ നീർദോശയും തക്കാളി ഉള്ളിയും കൂടെ വാട്ടിയാണ് കേട്ടോ രാവിലെ. പിന്നെ ഇന്നലെ വൈകുന്നേരം ചക്ക പുഴുങ്ങിയത് നമ്മൾ വറക്കാൻ വേണ്ടി ചക്ക ഉണ്ടാക്കി എടുത്തായിരുന്നു കേട്ടോ. അന്നേരം അതിൻ്റെ 2 ഭാഗവും ചെത്തിയിട്ട് പുഴുങ്ങിയതാണ് കേട്ടോ. അന്നേരം അത് പുഴുങ്ങിയതുണ്ടായിരുന്നു. അന്നേരം രാത്രി ആയതുകൊണ്ട് എല്ലാവരും കുറച്ച് കഴിച്ചുള്ളൂ. അന്നേരം അതിൻ്റെ ബാക്കി ഞങ്ങൾ രാവിലെ കഴിച്ചു. ഞാൻ മക്കൾ ചാണ് ദോശയും കറിയും കൊടുത്തു വിട്ടു കേട്ടോ. അന്നേരം ഞങ്ങളിത് ആ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ലേശം മാങ്ങ പറിക്കാൻ പോയതാണ് കേട്ടോ. നമുക്ക് ഈ പ്രാവശ്യം മാങ്ങ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാകുന്നതാണ് മാങ്ങ, എസ്റ്റേറ്റിൻ്റെ അവിടെയൊക്കെ. പ്രാവശ്യം താഴ്ഭാഗത്തൊന്നും എവിടെയും മാങ്ങില്ല. അന്നേരം മുകളിൽ ലേശം മാങ്ങ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേരം അത് പോയിട്ട് പറിച്ചുകൊണ്ടിട്ട് ഇത് കുഞ്ഞു മാങ്ങയാണ് കേട്ടോ. നമ്മൾ പഴം മാങ്ങയില്ലേ, ചെറുത് കറിയൊക്കെ വെക്കാൻ എടുക്കുന്ന അങ്ങനത്തെ മാങ്ങയാണ്. പക്ഷേ ഇത് ഭയങ്കര വലിപ്പത്തിലുണ്ട് കേട്ടോ. ഏകദേശം ഒരു കോമാങ്ങേൻ്റെ ഒക്കെ ഒരു വലിപ്പത്തിലുണ്ട്. അന്നേരം നോക്കുമ്പോൾ ഇത് കണ്ണിമാങ്ങ അച്ചാറായിട്ടൊന്നും ഇടാൻ പറ്റില്ല. അത് ഞാൻ ഉള്ളതിൽ ചെറുത് നോക്കിയിട്ട് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അന്നേരം കുട്ടികൾ അതിനെ വരഞ്ഞ് ഉപ്പും മുളകൊക്കെ തേച്ചിട്ട് പൊട്ടിച്ച് മരത്തിൽ വെച്ച് അടിച്ച് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അണ്ടിയൊക്കെ നല്ല ഉറച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം അവരുടെ അടുത്തു നിന്ന് അത് ഓരോ കഷ്ണം വാങ്ങി തിന്നു. എൻ്റെ അമ്മേ, പുളിയെന്ന് പറഞ്ഞ അപാര പുളിയാണ് കേട്ടോ. ഞാൻ പോയി അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കളിക്കുന്നത്. അതായത് നല്ല ചോനയുണ്ട് മാങ്ങ. ഞാൻ കൈയിടണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല കേട്ടോ. അന്നേരം ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കളിക്കണ്ടേ. അതായത് പൊന്നൂസും ചക്കരയും പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട്. അന്നേരം പൊന്നൂസിൻ്റെ അടുത്ത് ചെറിയ കഷ്ണം എടുത്തിട്ട് ഞാൻ തിന്ന് നോക്കി. ഭയങ്കര പുളിയാണ്. എന്നാലും തിന്നു. മാങ്ങയല്ലേ, നമുക്കത് കാണുമ്പോൾ സഹിക്കില്ലല്ലോ, ഒന്ന് തിന്ന് നോക്കണം തോന്നില്ല ഇങ്ങനെ കാണുമ്പോൾ. അങ്ങനെ തിന്ന് നോക്കിയിട്ടോ. തലയിൽ പേനുണ്ടെങ്കിൽ അതുവരെ എണിച്ചു പോകും. അപാര പുളിയാണ് കേട്ടോ. അന്നേരം പൊന്നൂസിൻ്റെ അടുത്തു നിന്ന് ഒരു കഷ്ണം എടുത്ത് തിന്ന്. അന്നേരം ചക്കര കൊണ്ടുവന്നപ്പോൾ അവളുടെ അടുത്തു നിന്ന് ഓരോ കഷ്ണം എടുത്ത് തിന്ന് കേട്ടോ. കുഞ്ഞാപ്പൂ ആദ്യം പൊന്നൂസ് കൊടുത്തപ്പോൾ ഒരു കഷ്ണം തിന്ന് ഒരു കടി കടിച്ച് അവിടെ ഇട്ട്. പിന്നെ ചക്കര കൊണ്ടുവന്നപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്നും വാങ്ങിയിട്ട് തിന്ന് നോക്കിട്ടോ. നല്ല പുളിയാണ്. എൻ്റെ പല്ലൊക്കെ കിറുകിറുന്ന് ഒച്ച കിട്ടു കേട്ടോ. പുളി കാരണം അപാര പുളിയായിട്ടുണ്ടായിരുന്നു. ലേശം ഉപ്പ് കുറവുള്ള പോലെ ഉണ്ടായി. അതുകൊണ്ടാണ് അങ്ങനെ പുളിച്ചത്. ഞാൻ വേണ്ട തിന്ന് ഒരു കഷ്ണം തിന്നിട്ട് അവിടെ വെച്ചു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഓരോ കടി കടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ എരിവ് പുളി ഉപ്പ് എന്നൊന്നും ഇല്ല, അങ്ങ് തിന്നു കേട്ടോ. എരിയുന്നുണ്ട് പുളിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ചക്കര എന്തെങ്കിലും ലേശം മുളകോ ഉപ്പ് എന്തോ കുറവാണെന്ന് പറഞ്ഞിട്ട് അവൾ ഇടാൻ വേണ്ടി പോയതാണ് കേട്ടോ. അത് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് തിന്നുന്നതിൻ്റെ ഇടയിൽ കൂടെ മാങ്ങയൊക്കെ കഴുകി തുടച്ച് അതെടുത്ത് വെച്ചിട്ടോ. എന്നാലും നമ്മൾ കുറേ ചക്ക വറുത്തു കേട്ടോ. നമ്മളവിടെ നിന്ന് തന്നെ പറിച്ചിട്ടാണ് കേട്ടോ വറുത്തത്. ദൂരെയൊന്നും പോയിട്ടില്ല. കുറേ ദിവസമായി ചക്ക വറുത്തക്കാണ്ട് ഇങ്ങനെ ഇരിക്കൊരു സമാധാനക്കേടാണ്. ചക്ക സീസൺ ആയിക്കഴിഞ്ഞാൽ കുറച്ച് വറുത്ത് കുപ്പി നിറച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സമാധാനക്കേട്. അത് ഇടക്കും തലക്കല്ലേ നമുക്ക് എടുത്തിങ്ങനെ തിന്നാലോ. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ 1 കിലോയ്ക്ക് 100 അര കിലോയ്ക്ക് 100 ഉറുപ്പ്യൊക്കെ കൊടുക്കണമെന്ന് തോന്നുന്നു. അത്ര തന്നെയാണെന്നല്ല, നമ്മൾ കടയിൽ നിന്ന് മേടിക്കലില്ല അങ്ങനെ. കുറേ കാലമായി കുറേ ആയില്ലേ മേടിക്കാണ്ട്. അങ്ങനെ പൂതി തോന്നുമ്പോൾ കടയിൽ കണ്ടാൽ മേടിക്കലെന്നല്ല, ഈ സീസൺ അല്ലാത്ത സമയത്ത് കേട്ടോ. അന്നേരം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതൊക്കെ കുഞ്ഞിതൊക്കെ പെറുക്കി സെപ്പറേറ്റ് ആക്കി വെച്ചു കേട്ടോ. ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ. വെയിലിന് എൻ്റെ പൊന്നെ, ഞങ്ങളാ കല്യാണത്തിന് പോയി വന്നതിന് ശേഷമല്ലേ ചൂട് പൊന്തിയിട്ട് മേലും കഴുത്തൊക്കെ എൻ്റെ അമ്മോ ചൊറിഞ്ഞ് ഒരു വശമായി ചൂട് പൊന്തിയിട്ട്. ഇവിടെ എനിക്കും ചക്കരക്ക് കണ്ടോ നല്ലോണം ചൂട് പൊന്തിയത്. ഇവർക്കാർക്കും അങ്ങനെ ആയിട്ടില്ല. എനിക്കും ചക്കരക്ക് നല്ല ചൂട് വരുമെന്ന്. ചൊറിച്ചൽ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കഴുത്തിൻ്റെ 2 സൈഡിൽ കൂടെയൊക്കെ തരതരിയെന്ന് പൊന്തിയപ്പോൾ ഞാൻ ആദ്യം വെച്ച പോലെ പുഴു വെച്ചു. പിന്നെല്ലാം മനസ്സിലായത് ചൂട് പൊന്തിയത്. 2 സൈഡിലും അങ്ങോട്ട് പൊന്തിയിട്ട് എൻ്റെ അമ്മോ ചൊറിച്ചൽ. പിന്നെ നട്ടം പതിരക്കൊക്കെയാണ് കുളി. എന്നാലും കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ചൂട് കൊണ്ട്. അന്നേരം കുഞ്ഞാപ്പൂ അതിൻ്റെ അകത്തുനിന്ന് വലുതൊക്കെ പെറുക്കിനകത്തേക്ക് ഇടുന്നത്. അന്നേരം അവൾ അതിൻ്റെ ഇടയിൽ കൂടെ ചീത്ത പറയലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ചെറുതൊക്കെ എടുത്തിട്ട് ഞാൻ നന്നായിട്ട് തുടച്ചിട്ട് കുപ്പിയിലിട്ട് വെച്ചു. വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇനി വെള്ളം തിളപ്പിച്ച് അത് നാറിയിട്ട് വേണം ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് വെക്കാണ്ട്. എന്നാൽ നമുക്ക് മഴയൊക്കെ ആകുമ്പോൾ ലേശം എടുത്തിട്ട് അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ എപ്പോൾ അച്ചാറിട്ട് വെച്ചാലും എനിക്കത് പൂത്ത് പോകുന്നുണ്ട് കേട്ടോ. അധിക ദിവസം ഇരിക്കുകയില്ല, വേഗം പൂത്ത് പോകുന്നുണ്ട്. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് കുറേ പേര് ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് ചെയ്ത് നോക്കി. പക്ഷേ എനിക്കങ്ങനെ റെഡി ആകുന്നില്ല കേട്ടോ. എൻ്റെ അമ്മമ്മയാണെങ്കിൽ നന്നായിട്ട് അച്ചാറിടും. എത്ര കാലം വേണമെങ്കിൽ അത് പൂത്ത് പോകാതെ ഇരിക്കും കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്ത് നോക്കിയിട്ട് ഒരു രക്ഷയില്ല. എൻ്റെ അമ്മമ്മ ഇല്ലാത്തതുകൊണ്ട് ആ അച്ചാറിൻ്റെ രുചിയൊന്നും എനിക്ക് കിട്ടില്ല കേട്ടോ. വളരെ ടേസ്റ്റിൽ അച്ചാറിടും. ഭയങ്കര ടേസ്റ്റാണ് അച്ചാർ കഴിക്കാനായിട്ട്. ഇവിടെ മക്കൾക്ക് ഈ മധുരമൊക്കെ കൂട്ടിയിട്ടുള്ള അച്ചാറാണ് ഇഷ്ടം. എരിവും പുളിയും മധുരവും കൂടെ കൂടി വരുന്ന അച്ചാറില്ല, അങ്ങനത്തെ ടൈപ്പാട്ടോ ഇഷ്ടം. എൻ്റെ കെട്ടിയനാണെങ്കിൽ അത് ഇഷ്ടമില്ല. മുപ്പർക്ക് എരിവ് മാത്രമുള്ള അച്ചാറാണ് ഇഷ്ടം.
അച്ചാറിടുമ്പോൾ ഞാൻ 2 ടൈപ്പ് ആക്കി വെക്കും. ഇവർക്ക് മധുരമൊക്കെ ഇടുന്നതിലും ബെല്ലമൊക്കെ ഇടുന്നതിലും മുന്നേ ഞാൻ ലേശം എടുത്ത് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ അച്ചാറിടുക. അന്നേരം കുഞ്ഞാപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തിന്നുന്നുണ്ട്. അന്നേരം പൊന്നും അടിച്ചതിനെ പിന്നെയും കൊണ്ടുപോയിട്ട് ചക്കര വീണ്ടും കൊണ്ടുപോയി അടിച്ച് ഒന്നും കൂടെ സൈസ് ആക്കിയിട്ട് എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അന്നേരം ഞാനിനി ഇതിനെയൊക്കെ കഴുകി അതിനൊക്കെ നല്ലോണം തുടച്ചിട്ട് ഭരണി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഉണങ്ങാൻ. അന്നേരം അതിൻ്റെ അകത്തേക്ക് അതൊക്കെ എടുത്തിട്ട് വെക്കട്ടെ കേട്ടോ. കഴിഞ്ഞ വർഷമാണ് മുന്നത്തെ വർഷമാണ് ഇതുപോലെ മാങ്ങ ഇട്ട് വെച്ചിട്ട് കുറേ നാളുണ്ടായിരുന്നു കേട്ടോ. മഴക്കാലത്തേക്കെല്ലാം കുറേ നാൾ നമ്മൾ അച്ചാറിട്ട് 2-3-4 തവണയായിട്ട് അടിച്ചിട്ട് കേട്ടോ. അല്ല അച്ചാറിട്ട് കേട്ടോ. കുറേ ഇങ്ങനെ അലുത്തിട്ട് ഇങ്ങനെ അഴുകി വന്നിട്ടുണ്ടായിരുന്നു. മാങ്ങാണ്ടിയൊക്കെ വേറെ വന്ന് അങ്ങനെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മുറിച്ചിടുന്നുണ്ടെന്ന് വെച്ചാൽ ഇതിനിങ്ങനെ കീറിയിട്ടിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ട് അച്ചാറിടുക. ഉണക്കമാങ്ങ അച്ചാറിടൂലേ, വാട്ടമാങ്ങയൊക്കെ അച്ചാറിടും പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കഴിക്കാൻ വെള്ളം തൊടാതെ ഇടണം. അതിൻ്റെ അച്ചാറിടുമ്പോൾ നമ്മൾ ജലാംശം തീരെ പാടില്ല. അങ്ങനെ അച്ചാറിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അന്നേരം ലേശം ഉണങ്ങാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഇപ്രാവശ്യം തുറമാങ്ങയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. തുറമാങ്ങ ഉണ്ടാക്കാൻ കോമാങ്ങയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇതുവരെ. ഇവിടുന്നും ഇല്ല, അടുത്തൊന്നും ഇല്ല. അതുകൊണ്ടാണ് തുറമാങ്ങ ഉണ്ടാക്കാത്തത്. അല്ലെങ്കിൽ തുറമാങ്ങ ഉണ്ടാക്കി ഈ സമയത്ത് വെയിലുള്ളതുകൊണ്ട് വേഗം ഉണങ്ങി കിട്ടുമല്ലോ. കുറച്ചുകൂടെ കഴിഞ്ഞ് മഴ മൂടലാകുമ്പോൾ തീരെ ഉണങ്ങാൻ പറ്റില്ല, വേഗം പൂത്ത് പോകും. അതിൻ്റെ ഇടയിൽ കൂടെ ചൂടാവി എടുത്തിട്ട് ചക്കരയും കുഞ്ഞാപ്പും കൂടെ പുഴയിൽ പോയിട്ട് വെള്ളത്തിൽ കളിക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരം അവിടെ വെള്ളത്തിൽ കളിച്ച് ഇട്ടാണ് കയറി വന്നത്. ഭയങ്കര വെയിലുണ്ട്. പുഴയിലൊന്നും വെള്ളം ഇല്ല, തീരെ വറ്റിക്കായി. അലക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പാദത്തിൻ്റെ അവിടെ ഇപ്പോൾ വെള്ളമുള്ളൂ. ഓരോ ദിവസവും രാവിലെ ചെന്ന് നോക്കുമ്പോൾ വെള്ളം കുറഞ്ഞു വരികയാണ് കേട്ടോ. അപ്പോൾ അലക്കുന്ന അവിടെയൊക്കെ തീരെ വെള്ളം ഇല്ലാണ്ടായിട്ടുണ്ടാകും. അച്ഛൻ കുറച്ചിങ്ങനെ കുഴി പോലെ ആക്കി വെച്ചെടുത്ത് ലേശം വെള്ളമുള്ളൂ കേട്ടോ. എനിക്കെന്താ അറിയില്ല, നെഞ്ഞിങ്ങനെ അടഞ്ഞു വരുന്നു വർത്താനം പറയുമ്പോൾ. അതായത് നമ്മളെ മാങ്ങയൊക്കെ ചെത്തിയെടുത്തിട്ടുണ്ട്, അരിഞ്ഞെടുത്തിട്ടുണ്ട്. അന്നേരം അതിനകത്ത് ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് ഇനി ഇതിന് വെയിലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഉണങ്ങിയെടുക്കണം കേട്ടോ. അന്നേരം ഇന്നിപ്പോൾ നമ്മൾ ഈ വെയിലായതുകൊണ്ട് 2 ദിവസത്തെ വെയിലൊക്കെ മതിയാവും തോന്നുന്നുണ്ട് ഉണങ്ങി കിട്ടാൻ. അന്നേരം മുകളിൽ പോയിട്ട് വേണം ഉണങ്ങാൻ വെക്കാൻ. അന്നേരം മുകളിൽ നമ്മളെ ചക്കേൻ്റെ പോണ്ടി എന്നൊക്കെ പറയും. എന്താണ് അതിന് ഓരോ നാട്ടിലിപ്പോൾ അറിയാമെന്ന് എനിക്കറിയില്ല. ചക്കക്കുരുവിൻ്റെ മുകളിലത്തെ സംഭവമില്ല, അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഉണങ്ങാൻ വെക്കുന്നതൊക്കെ ഉപ്പും മുളകൊക്കെ തിരുമ്മിയിട്ട് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം കുഞ്ഞാപ്പ് തലയിൽ തോർത്തൊക്കെ കെട്ടിയിട്ട് പോകട്ടോ. വെയിലുണ്ടോ, നല്ല ചൂട് വെയിലാണ്. അന്നേരം അതിനെ ഞാൻ ചെറിയ മേശേൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു, തുണിയൊക്കെ വെച്ചിട്ട്. അന്നേരം അതിന് ഞാൻ പതുക്കെ നമ്മളെ വട്ടച്ചെമ്പിൻ്റെ മൂടിയിലേക്ക് മാറ്റിയിട്ട് ഈ മാങ്ങ അതിൻ്റെ മുകൾക്ക് ഉണങ്ങാൻ വെക്കുകയാണ് കേട്ടോ. അതിപ്പോൾ ഉണങ്ങി ഇന്ന് രാവിലെ വെച്ചാണ്. അന്നത്തേക്ക് നല്ലോണം വാടിയൊന്ന് ചുങ്ങിയിട്ടുണ്ട്. അന്നേരം പിന്നെ അത്ര സ്ഥലം വേണ്ട ഇടാൻ. അന്നേരം പിന്നെ അതിലാകുമ്പോൾ കറക്റ്റായിട്ട് കൊള്ളും. മഴയത്തക്കത്തേക്ക് നമുക്ക് എപ്പോഴും പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. അന്നേരം ഇങ്ങനെയൊക്കെ പോയി എന്തെങ്കിലും ഒരു ചാറ് കറി വെച്ചാൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് അഡ്ജസ്റ്റായി പോകില്ലേ. അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. നമുക്ക് മഴയത്താണല്ലോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയം. അന്നേരം ഒരു അച്ചാറാണെങ്കിൽ അച്ചാർ കൂട്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു പോലെ. അന്നേരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കുക. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാവും എന്ന് എനിക്കറിയാം, എന്നാലും പറഞ്ഞാണ് കേട്ടോ. അതിന് കുഞ്ഞാപ്പും ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ തട്ടിയും പൊട്ടിയൊക്കെ നിൽക്കുന്നു. ഇതിപ്പോൾ ഉണക്കി കഴിഞ്ഞാൽ ലേശം ഉണ്ടാവുള്ളൂ കേട്ടോ. അന്നേരം ഇനിയും മാങ്ങ കിട്ടാണെങ്കിൽ ഉണക്കി വെക്കാൻ വെച്ചിട്ടല്ലേ. വെയിലിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അതിന് കുറച്ച് അരിയൊക്കെ ഉണ്ട് കഴുകി ഉണക്കി വെക്കാനായിട്ട്. അന്നേരം അതൊക്കെ ഓരോ ദിവസമായിട്ട് അതൊക്കെ ചെയ്യണം. എന്നിട്ട് രാവിലെ അലക്കിയിട്ട തുണികളാണ് കേട്ടോ, എല്ലാം നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ തുണിയൊക്കെ രാവിലെ 9 മണിക്ക് അലക്കിയിട്ടാൽ 11 മണിയാകുമ്പോഴത്തേക്കും തുണിയൊക്കെ ഉണങ്ങി കിട്ടും നല്ലോണം. അനിയൻ്റെ അവിടെ ഇല്ല കേട്ടോ. അനിയൻ്റെ ഭാര്യേൻ്റെ അച്ഛൻ മരിച്ചിട്ട് അവളെ വീട്ടിലുള്ള കേട്ടോ, മക്കിയിലുള്ളത്. അന്നേരം അവർ വന്നിട്ടില്ല. അന്നേരം ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കേട്ടോ, ഇന്നലെ രാവിലെ ആയിരുന്നു മരിച്ചത്. 5 മണി 6 മണിക്കാണ് മരിച്ചത്. പിന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്നാണ് മരിച്ചത്. അന്നേരം ഞങ്ങൾ വരുമ്പോൾ ഉച്ചയായിട്ടുണ്ട്. അവിടെ ഒന്ന് മരിപ്പ് കൊണ്ടുവരുമ്പോഴത്തേക്കും 10-11 മണിയായി. പിന്നെ ഞങ്ങൾ പോയി മരിപ്പൊക്കെ എടുത്തതിന് ശേഷം വൈകുന്നേരമായി വരുമ്പോൾ പിന്നെ വീഡിയോസൊന്നും ഇല്ലെന്ന് എടുക്കാനൊന്നും പറ്റിയില്ല. അന്നേരം നമ്മളെ ചക്ക വറുത്തത് ഇന്നലെ കുപ്പിയിലിട്ട് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. കുപ്പി കഴുകി ഉണക്കിയിട്ടുണ്ടായില്ല, അവിടെ കുപ്പിയിലിട്ടിട്ടില്ല. രാവിലെ കുപ്പിയൊക്കെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അത് അതിൻ്റെ അകത്തേക്ക് വാരി ഇട്ട് വെച്ചു കേട്ടോ. അന്നേരം കുഞ്ഞാപ്പും അതിൻ്റെ ഇടയിൽ കൂടെ കാണിക്കുന്ന പരിപാടി ഉണ്ടോ, ബനിയൻ്റെ ഉള്ളിൽ വാരി ഇടുക കേട്ടോ. ഒക്കെ കുറച്ച് അതിൻ്റെ തിന്നാൻ വേണ്ടിയിട്ട്. നമ്മൾ കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടൂലെന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. അന്നേരം അത് വാരി ബനിയൻ്റെ ഉള്ളിലിട്ടേക്ക്. അന്നേരം പൊന്നൂസ് പതുക്കെ അതിങ്ങനെ വലിച്ചു നോക്കുമ്പോൾ സമ്മതിക്കില്ല, തുറക്കല്ലേ പറയുന്നുണ്ട്. എന്നിട്ട് ഇതിനൊരു കുപ്പി നിറച്ചുണ്ടാവുമായിരുന്നു. പിന്നെ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ കുറച്ച് തിന്ന് പിന്നെ ഇടക്കിടക്കായിട്ടൊക്കെ തിന്നുകൊണ്ടാണ്ടല്ലേ അതിൽ നിറച്ചുണ്ടാവുമായിരുന്നു. നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊരു ഉറപ്പ് വന്നു പോലെ തോന്നി, എന്നാലും കുഴപ്പമില്ല, തിന്നാൻ പറ്റുന്ന വിധത്തിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ മഞ്ഞപ്പൊടി അങ്ങനത്തെ ഒന്നും ഇട്ടില്ല, ലേശം ഉപ്പ് മാത്രം തിരുമ്മിയിട്ടാണ് കേട്ടോ വറുത്തത്. അതിൽ കുഞ്ഞാപ്പൂൻ്റെ മടിയിലിട്ടത് അവൾ ഓരോരുത്തരുടെ വായിലിട്ടിട്ട് തന്നെ അത് തീർത്തു കേട്ടോ. അവളും കുറച്ച് തിന്ന് പിന്നെ ആ തീറ്റ അവിടെ തുടങ്ങിയതിന് ശേഷം പിന്നെ ചോറൊക്കെ തിന്നിട്ട് പിന്നെ ഇത് തന്നെയായിരുന്നു പരിപാടി കേട്ടോ. ഈ ചക്ക വറുത്തത്, ചിപ്സ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ തിന്നുകൊണ്ട് നടന്നോളൂ ആ വെള്ളം കുടിച്ചിട്ട്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഓയിലിൻ്റെ പ്രശ്നമോ കാര്യങ്ങളൊന്നും വരില്ലല്ലോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അവർ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കിയ ഓയിലായിരിക്കും. അത് നമ്മൾ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബൈ.